മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ കെ എം ഷാജഹാൻ. ഇന്നത്തെ ദേശാഭിമാനി പത്രം അങ്ങ് കണ്ടു കാണുമല്ലോ, വളരെ ഗംഭീരമായിരിക്കുന്നു. ഇന്ത്യ ജ്വലിച്ചു, മോദി വിറച്ചു. മോദിയെ പരിക്കേറ്റ് ആകെ അവശനായി കിടക്കുന്ന മോദിയെ സ്ട്രെച്ചറിൽ കൊണ്ടുപോവുകയാണ് അമിത്ഷായും നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡും ഒക്കെ ചേർന്ന്. ഈ പേജിൽ ഒരിടത്തും കേരളത്തിന്റെ കാര്യങ്ങൾ പറയുന്നില്ല. പക്ഷെ ഏറ്റവും അവസാനം ഒരു കോർണറിൽ കൊടുത്തിരിക്കുന്നു, ആലത്തൂരിൽ LDF വലിയ പ്രാധാന്യത്തോടെ. കേരളത്തിൽ UDF 18. അടുത്ത പേജിൽ അവർ പറയുന്നത് കേരളത്തിൽ UDF മേൽക്കൈ. അപ്പോൾ 20-ൽ 18 സീറ്റിന്റെ ഒരു മേൽക്കൈ കേരളത്തിൽ UDF ലഭിച്ചു. പക്ഷേ നരേന്ദ്രമോദി തകർന്നടിഞ്ഞു കിടക്കുന്ന നിരവധി കാർട്ടൂണുകളും വാർത്തകളും ഒക്കെയായി ഒഴിപ്പിച്ചിരിക്കുകയാണ് ദേശാഭിമാനി. ചുരുക്കി പറഞ്ഞാൽ ദേശാഭിമാനി ഇന്ന് വലിയ ആഘോഷത്തിമിറപ്പില്ല, വലിയ സന്തോഷത്തിലാണ്. നരേന്ദ്രമോദിയെ വീഴിച്ചതിലുള്ള സന്തോഷം. ഇന്ന് സൈബർ ഇടങ്ങളിലൊക്കെ വലിയ പ്രചരണങ്ങൾ നടക്കുന്നു. ഇടതുപക്ഷത്തിന് 8 MP ലോക്സഭയിൽ, തമിഴ്നാട്ടിൽ നിന്നും രാജസ്ഥാനിൽ നിന്നുമൊക്കെ. അപ്പോൾ നരേന്ദ്രമോദിയെ മുട്ടുകുത്തിച്ച ഇടതുപക്ഷത്തിന്റെ ശക്തി വിവരണമാണ് ഇന്ന് ദേശാഭിമാനി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. മറുവശത്ത് പിണറായി വിജയൻ മൗനം പിടിഞ്ഞ് ഇന്ന് പുറത്തു വന്നു. പിണറായി വിജയൻ പറഞ്ഞത് ഇടതുപക്ഷ സർക്കാരിനെതിരെ ഇവിടെ ചില കുപ്രചരണങ്ങൾ നടന്നു, അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ മികവ് വേണ്ടത്ര ജനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല. ഇനി ഈ സർക്കാർ കൂടുതൽ മികവോടെ പ്രവർത്തിക്കും. എന്താണ് സംഭവിച്ചത് എന്ന് ഞങ്ങൾ പരിശോധിക്കും. ഇന്ന് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് തൊട്ടു മുൻപായിരുന്നു പിണറായി വിജയന്റെ ഈ പ്രസ്താവന. സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ വളരെ ശക്തമായ ചില അണിയർ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി മാറണം എന്നുവരെ ചില സീനിയർ നേതാക്കൾ പരസ്പരം സംസാരിച്ചു തുടങ്ങി. തന്റെ കസേര ഭദ്രമല്ല എന്ന് പിണറായി വിജയന് മനസ്സിലായോ? പിണറായി വിജയൻ രാജിവെക്കേണ്ട ഒരു സമ്മർദ്ദത്തിലേക്ക് പാർട്ടി അദ്ദേഹത്തെ മാറ്റുമോ? അതോ രാജ്യത്ത് ഇപ്പോൾ നരേന്ദ്രമോദിക്ക് സംഭവിച്ച ഈ ശക്തിക്ഷയത്തിന് പിന്നിൽ ഇടതുപക്ഷത്തിന്റെയും സ്വാധീനമുണ്ട് എന്ന അഹങ്കാരം വീണ്ടും പിണറായി വിജയനെയും കൂട്ടരെയും ബാധിക്കും? എന്താണ് അങ്ങയുടെ നിരീക്ഷണം? ഒരുപാട് ചോദ്യങ്ങൾ സ്വയം ചോദിച്ചിരിക്കുകയാണ്. അതില് ഓർക്കുന്നതിനനുസരിച്ച് മറുപടി പറഞ്ഞു പോകാം എന്ന് എനിക്ക് തോന്നുന്നു. സ്വയം എനിക്ക് തോന്നുന്നത് ഈ CPM-നെ പോലൊരു പാർട്ടി ഇന്ത്യയിൽ വേറൊന്നും ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. 2-3 കാര്യങ്ങൾ സ്വയം പറഞ്ഞു. UDF അല്ലേ 18 സീറ്റ്, കേരളത്തിൽ UDF, ആലത്തൂരിൽ LDF. ആലത്തൂരിൽ LDF. അപ്പം സുഖൻ ആലോചിക്കേണ്ടതെന്ന് അറിയോ, 2019-ലും 19-1 പക്ഷെ 2019-ലെ 19-1 അതിഭീകരവും ഭയാനകവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഫലമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യമാകണമെങ്കിൽ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലെ UDF-ന്റെ ഭൂരിപക്ഷത്തിലേക്ക് ഒന്ന് കണ്ണെറിഞ്ഞാൽ മാത്രം മതി. കാസർഗോഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പൊന്നാനി വരെയുള്ള ഏതാണ്ട് 7 മണ്ഡലങ്ങളിൽ 1.5 ലക്ഷത്തിനും 3 ലക്ഷത്തിനും ഇടയിലാണ് ഭൂരിപക്ഷം. വയനാട് 3,64,000, മലപ്പുറത്ത് 3 ലക്ഷം, പൊന്നാനിയിൽ 2,35,000. അവിടെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തെക്കൻ കേരളത്തിൽ എറണാകുളത്ത് 2,80,000, ഇടുക്കിയിൽ 1,33,000, കൊല്ലത്ത് 1,80,000. അപ്പൊ ആ നിലയിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടാകായിട്ടില്ലാത്ത അത്ര ഭീകരമായിട്ടുള്ള തിരിച്ചടിയാണ് ഈ മുന്നണി ഇപ്പൊ ഇവിടെ നേരിട്ടത്. ധർമ്മടത്തും മട്ടന്നൂരിലും ഒക്കെ വിറപ്പിച്ചു കളഞ്ഞു. അതെ, പിണറായി വിജയന്റെ ബൂത്തിൽ തന്നെ അല്ലെ, ആലോചിക്കുക. ഇപ്പൊ CPM-ന്റെ ഉരുക്കു കോട്ടയിൽ 1,80,000 ചില്ലാനും വോട്ട് സുധാകരനെ പോലെ ഒരാൾക്ക് കിട്ടുകയാണ്. ഗോവിന്ദന്റെ തളിപ്പറമ്പ് UDF മറിച്ചു, ഭൂരിപക്ഷത്തിലെത്തി. അപ്പം ആ നിലയിൽ അതിഭീകരമായിട്ടുള്ള ഒരു പരാജയം നേരിട്ടിരിക്കുന്ന സമയത്ത് പോലും തങ്ങൾക്ക് മറ്റേ UDF-ന് മേൽക്കൈ എന്ന് മാത്രം പറയാനും പിന്നെ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ ലോക്സഭയിൽ ലെഫ്റ്റിന് 8 MP-മാരെന്ന് പറയാനും, 1-ാം പേജിൽ ആലത്തൂരിൽ ഇവിടുന്ന് ആലോചിച്ച് നോക്കണം, ആകപ്പാടെ ഒരു സീറ്റ് കഷ്ടിച്ച് കടന്നുകൂടിയതാണ് ആലത്തൂര്. ആ ആലത്തൂരിന്റെ അടുത്ത് ഫ്രണ്ടിൽ കൊടുത്തിട്ട് വലിയതായിട്ട് കാണിക്കുക. മോഡി പരിക്കേറ്റ് കിടക്കുന്നു എന്ന് പറയുമ്പോൾ മോഡിയെ പരിക്കേൽപ്പിച്ചത് ഇടതുപക്ഷമാണെന്നുള്ള ഒരു ഫീലാണ് അതിനകത്തൂടെ കൊണ്ടുവരുന്നത്. നമ്മളത് ആലോചിച്ച് നോക്കും. ഈ 543 അംഗ ലോക്സഭയിൽ ഇടതുപക്ഷത്തിന് 8 പേരുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ആലോചിച്ച് നോക്കണം. ഇത് ഈ പാർട്ടിക്കല്ലാതെ വേറെ ഏത് പാർട്ടിക്കാണ് സുമനെ പറയാൻ കഴിയും? 2004-ൽ എനിക്ക് തോന്നുന്നു ഈ 30-ലധികമോ മറ്റോ MP-മാരുണ്ടായിരുന്ന ഒരു പാർട്ടിയാണ്. ഒരിക്കൽ ജ്യോതി ബാസുവിനെ പ്രധാനമന്ത്രിയാക്കാൻ. അതെ, അത് 2004-ലായിരുന്നു.
ആ പാർട്ടിയുടെ ചില ആളുകളാണ് വന്നിട്ട് 543 അംഗ ലോക്സഭയിൽ 8 പേര് ഇടതുപക്ഷത്തിനുണ്ടെന്നാ പറയുന്നത്. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ CPI, CPM, CPIML, പിന്നെ ലിബറേഷൻ, ഈ പാർട്ടികൾക്കും കൂടി ചേരുമ്പോൾ 8 ഉണ്ടെന്നാ പറയുന്നത്. CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ കാര്യം നമ്മൾ മുന്നണിയുടെ തോളിൽ കയറി കിട്ടിയത് അല്ല, അതൊന്ന്. 2, നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താ സോമന്, CPM ഇത്തവണ മത്സരിച്ച എത്ര സീറ്റിലാണെന്നറിയോ? 23 സീറ്റിൽ അവർ മത്സരിച്ചു. അതിൽ 15 സീറ്റ് കേരളത്തിൽ നിന്ന്, അതുപോലെ തമിഴ്നാട്, രാജസ്ഥാൻ, ബംഗാൾ. ത്രിപുരയിൽ പിന്നെ പാർട്ടി ഇല്ലാത്തതുകൊണ്ട് അവിടെ മത്സരിച്ചില്ല. 23 സീറ്റിൽ മത്സരിച്ചിടത്താണ് അവര് 4 സീറ്റിൽ ജയിച്ചിട്ടുള്ളത്. കേരളത്തിൽ 15 പേര് മത്സരിച്ചിടത്താണ് ഒരാൾ ജയിച്ചിട്ടുള്ളത്. തമിഴ്നാട്ടിൽ ഈ പറഞ്ഞതുപോലെ DMKയുടെ തോളിൽ നിന്നും, രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ തോളിൽ നിന്നുമാണ് ജയിച്ചിട്ടുള്ളത്. അപ്പോ 23 പേര് മത്സരിച്ചിട്ട് അതിനകത്ത് 4 പേര് ജയിക്കുക. 543 അംഗ ലോക്സഭയിൽ 8 പേര് ജയിച്ചു കഴിയുമ്പോൾ 8 ലെഫ്റ്റ് ജയിച്ചു എന്ന് പറയുക. 18 പേര് തോറ്റിട്ട്, അല്ലെങ്കിൽ 19 പേര് തോറ്റിട്ടും UDFന് മേൽക്കൈ എന്നൊക്കെ പറയുക എന്ന് പറയുന്നത്, ഇതുപോലെ നാണം കെട്ട ഒരു പാർട്ടിക്ക് മാത്രമേ ഒരുപക്ഷെ ഇന്ത്യയിൽ പോലും ഇത്ര ബോറായിട്ട് പറയാൻ കഴിയൂ എന്നാണ് സുഹൈമാനെ സംബന്ധിച്ച് എനിക്ക് പറയാം. ജനവിധി അംഗീകരിക്കുന്നുവെന്ന് പിണറായി വിജയൻ പറയുന്നു. ഈ വിഷയം ആഴത്തിൽ പഠിക്കുമെന്നാണ് പിണറായി വിജയൻ ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. എന്താണ് സംഭവിച്ചത്? ഇതിൽ ചില കുപ്രചരണങ്ങളിൽ ജനങ്ങൾ വീണിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഈ തിരുത്തലുകൾ വരുത്തും. സുഹൈമാനെ, അതും ഈ പാർട്ടിയുടെ ഒരു പ്രത്യേകതയാണ്. എനിക്ക് തോന്നുന്നത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19-1 കിട്ടിക്കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഇതേ വാചകങ്ങൾ തന്നെ പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടാവും. ജനങ്ങൾക്കുള്ള തെറ്റിദ്ധാരണകൾ നീക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കും പാർട്ടി എന്നാണ് പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ച്. അതെ, അപ്പൊ ഇതേ വാചകങ്ങൾ തന്നെ 2019 പറഞ്ഞിട്ടുണ്ടാവണം. ആ 2019 അതേ വാചകങ്ങൾ പറഞ്ഞതിന് ശേഷം പാർട്ടിയെ തിരുത്തിക്കാൻ പിണറായി വിജയൻ എടുത്ത നടപടികളാണ് ഇപ്പം 19 അല്ലെ 18-1 BJP 1 എന്നുള്ള നിലയിലേക്ക് മാറിയിരിക്കുന്നത്. ആ തിരുത്തൽ നടപടികളാണ് യഥാർത്ഥത്തിൽ 20 സീറ്റുകളിൽ 10-ൽ 1.5 ലക്ഷം മുതൽ 3 ലക്ഷം വരെ പിന്നെ ഭൂരിപക്ഷത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പാർട്ടി, ഞാൻ സാബുമനോട് ഞാൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയാം, ഇത് ബംഗാളിന്റെ വഴിയാണ്, ഇത് രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും കാരണം എന്താ, ഈ പാർട്ടിയെ ഇത്രയും കൂടുതൽ നാശത്തിന്റെ പടുകുഴിയിൽ ചെന്നെത്തിയ ആള് തന്നെ, നാശത്തിന്റെ പടുകുഴിയിൽ കൊണ്ടുവന്ന് ഈ പാർട്ടിയെ പതിപ്പിച്ച ആൾ തന്നെ വന്ന് തിരുത്തി മുന്നോട്ട് പോകുമെന്ന് പറയുകയാണ്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയാണോ തിരുത്തി മുന്നോട്ട് പോകുമെന്ന് പറയേണ്ടത്? തിരുത്തി മുന്നോട്ട് പോകുമെന്ന് പറയുകയും അതിനനുസരിച്ചുള്ള നിലപാടുകളും നടപടികളും ഞങ്ങൾ എടുക്കുമെന്ന് പറയേണ്ടത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ്. അയാളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പാർട്ടിയെ ഇത്രയും വലിയ നാശത്തിന്റെ പടുകുഴിയിൽ കൊണ്ടു എത്തിച്ച പാർട്ടിയെ ഇല്ലാതാക്കുന്നതിൽ 100-ൽ 150% പ്രവർത്തിച്ച ആൾ തന്നെ പാർട്ടി ചരിത്രത്തിൽ ഇല്ലാത്തത്ര അതിഭയാനകമായിട്ടുള്ള, അഭൂതപൂർവമായിട്ടുള്ള ഒരു പരാജയത്തിൽ എത്തിച്ചേരുമ്പോൾ പാർട്ടിയെ തിരുത്തും, പാർട്ടിക്കെതിരെ കുപ്രചരണങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഇത് രക്ഷപ്പെടില്ല എന്നുള്ളതിന് ഇനി ഒരു ഉദാഹരണവും വേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിണറായി വിജയൻ രാജിവെക്കുമോ ഈ ഘട്ടത്തിൽ? പകരം മറ്റാരെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം ഏൽപ്പിക്കുമോ? ഇല്ല സുഹൈമാനെ, അതൊരിക്കലും ഉണ്ടാവില്ല എന്നുള്ളതാണല്ലോ അയാളുടെ ഈ പ്രതികരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുമ്പ് UDF മന്ത്രിസഭയുടെ കാലത്ത് AK ആന്റണിയെ മാറ്റി ഉമ്മൻചാണ്ടി വരുന്നതും സമാനമായ കാഴ്ചകൾ കരുണാകരന്റെ കാലത്തൊക്കെ നമ്മൾ കണ്ടതാണ്. കരുണാകരനെ മാറ്റി AK ആന്റണി മുഖ്യമന്ത്രിയാകുന്നതും ഒക്കെ ഓരോ തെരഞ്ഞെടുപ്പുകളുടെ അനന്തരഫലമായി. അല്ല സുഹൈമാനെ, അതൊക്കെ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ അതിനകത്ത് പിന്നെയും ഒരു ജനാധിപത്യത്തിന്റെ ഒരു മൂടുപടമെങ്കിലും അതിനകത്ത് നമുക്ക് കാണാം. ഇതിനകത്ത് ഏകാധിപത്യം അടക്കി വാഴുന്നതാണ് കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് എന്താണ്? പാർട്ടിയെ നയിക്കുന്നത് പാർട്ടി സെക്രട്ടറി ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ പാർട്ടി സെക്രട്ടറി ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പറഞ്ഞാൽ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന ഒരാളാണെന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ആത്മാർത്ഥതയുടെ ഒരു കണികയെങ്കിലുമുള്ള ഒരു വാചകമെങ്കിലും ഈ മുഖ്യമന്ത്രിയുടെ തിരുവായിൽ നിന്ന് വന്നിരുന്നെങ്കിൽ അത് CPMന്റെ അണികൾക്ക് കുറച്ച് തൃപ്തിയെങ്കിലും കിട്ടുമായിരുന്നു. പക്ഷെ ഈ വരുന്ന വാചകങ്ങളെല്ലാം തന്നെ കാണിക്കുന്നത്, അല്ലെങ്കിൽ സംശയലേശം ഇനി അത് തെളിയിക്കുന്നത്, ഈ പരാജയത്തിൽ നിന്നും ഈ പാർട്ടി, പിണറായി വിജയന്റെ ഭാഷ പറഞ്ഞാൽ, ഒരു ചുക്കും പഠിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
കേരളത്തിൽ ഏറ്റവും വലിയ തമാശകൾ CPM-ന്റെ ചില വിമർശന ക്യാപ്സ്യൂളുകൾ കാണുമ്പോഴാണ്. ഇപ്പോഴത്തെ ഏറ്റവും ശക്തമായ വിമർശനം അവർ കോൺഗ്രസിന് നേരെ ഉയർത്തുകയാണ്. തൃശ്ശൂരിലെ BJP വിജയത്തിന് പിന്നിൽ കോൺഗ്രസ് വോട്ടുകളാണ് എന്നതാണ് CPM-ന്റെ കണ്ടെത്തൽ. ദേശാഭിമാനി പത്രത്തിൽ വലിയ വാർത്തയുണ്ട്. CPM-ന്റെ മുതിർന്ന നേതാക്കൾ ഇക്കാര്യം പരസ്യമായി പറയുകയാണ്. അവിടെ തൃശ്ശൂരിൽ കോൺഗ്രസ് വോട്ടാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിൽ, അതല്ലാതെ സുരേഷ് ഗോപിയുടെ വലിയ വിജയമൊന്നുമല്ല. എന്നാൽ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ LDF വോട്ടുകളിൽ വന്ന ചോർച്ച, ആറ്റിങ്ങലിൽ LDF വോട്ടുകളിൽ വന്ന ചോർച്ച, ആലപ്പുഴയിൽ LDF-ന് മുമ്പ് സംഭവിച്ച ഈ വലിയ വീഴ്ച, തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും ആലപ്പുഴയിലുമൊക്കെ BJP സ്ഥാനാർത്ഥികൾ LDF-ന്റെ തൊട്ടടുത്തുണ്ട്. മൂന്നാം സ്ഥാനമൊന്നും അവിടെ പ്രശ്നം. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. LDF അപ്പാടെ വിഴുങ്ങുന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ BJP-യും NDA മുന്നണിയും. എന്നിട്ടും CPM കോൺഗ്രസ് വോട്ടുകളാണ് BJP-യുടെ രക്ഷ, BJP-യെ ഇവിടെ വളർത്തുന്നത് എന്ന വിചിത്രമായ വാദങ്ങൾ. എന്താണ് അങ്ങയുടെ ഒരു സോമൻ? ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു കാരണവശാലും ഇത് നന്നാവില്ല, രക്ഷപ്പെടില്ല എന്നുള്ളതിന്റെ അടുത്ത ഉദാഹരണമാണ് സോമൻ ഇപ്പൊ ഇവിടെ പറഞ്ഞത്. ഒരു കാര്യം അവർ പറഞ്ഞതിനകത്ത് ഒരു വസ്തുതയുണ്ട്. എന്താണ്? തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപിക്ക് LDF-നെ അപേക്ഷിച്ച് കൂടുതൽ ചോർന്നത് UDF-ന്റെ വോട്ടാണ് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അതിനകത്ത് ആരും തർക്കമില്ല. പക്ഷേ തൃശ്ശൂർ മണ്ഡലത്തിലെ കാര്യം മാത്രം കാണുന്നത് ഈ കാട് കാണാതെ മരം കാണുന്നു എന്നുള്ള മിസ്സിംഗ് ദ വുഡ് ഫോർ ദ ട്രീസ് എന്ന് പറഞ്ഞൊരു ഉപയോഗമുണ്ട്. അതിന് തുല്യമാണ് നമ്മൾ കാണേണ്ടത്. സോ ഇപ്പം പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ട്. അത് പൊതുവിൽ ഞാൻ പറയാം. ഇപ്പൊ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, ആലപ്പുഴ, ആലത്തൂര്, ഇവിടെ എല്ലാ മണ്ഡലങ്ങളിലും വലിയ മുന്നോട്ട്, കാസർഗോഡ് അതെ, വലിയ വലിയ മുന്നോട്ട് പോക്ക് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഞാനെടുത്ത് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് അതായത് 2 മണ്ഡലങ്ങളിൽ മാത്രമാണ് 2019 അപേക്ഷിച്ച് BJP-യുടെ വോട്ട് ഇത്തവണ കുറഞ്ഞിട്ടുള്ളത്. അതിൽ 1 മലപ്പുറത്തും 2 പത്തനംതിട്ടയിലും. ബാക്കി 18 മണ്ഡലങ്ങളിലും 2019 അപേക്ഷിച്ച് 2024 വോട്ട് ഷെയർ BJP-യുടേത് കൂടിയിരിക്കുകയാണ്. സ്വാഭാവികമായി അതിൽ നിന്ന് വരുന്നൊരു നിരീക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ? ആ വോട്ട് ഷെയർ കൂടിയത് അറ്റ് ദ കോസ്റ്റ് ഓഫ് CPM ആണ് എന്നുള്ളതാണ് അതിനകത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണം. കാരണം CPM ആണ് എല്ലായിടത്തും തോറ്റിട്ടുള്ളത്, UDF ആണ് ജയിച്ചിട്ടുള്ളത്. അപ്പം അതാണ് ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ്. സോ പിന്നെ ഇതിനകത്ത് ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ എന്താണെന്നറിയോ? ഇതിനകത്ത് ഏറ്റവും ഭീകരമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് ആലപ്പുഴ എന്ന് പറയുന്ന മണ്ഡലമാണ്. കേരളത്തിൽ ഏറ്റവും സുസജ്ജമായിട്ടുള്ള പാർട്ടിയുള്ള ഒരു മണ്ഡലം, കേരളത്തിൽ ഏറ്റവും ജീർണിച്ച പാർട്ടിയുള്ള ഒരു മണ്ഡലം. അവിടെ കായംകുളത്തെയും ഹരിപ്പാട്ടെയും ഒക്കെ റിസൾട്ടുകൾ നമ്മെ അമ്പരപ്പിച്ച് കളയുന്ന ഈ കുറി. അതായത് ഞാനത് ഒരല്പം വിശദമായിട്ട് ഞാൻ പറയാം. 2019 അപേക്ഷിച്ച് 2024 അവിടുത്തെ CPM സ്ഥാനാർത്ഥിയുടെ എ മാരിഫ് എന്ന് പറഞ്ഞാൽ 2019 ജയിച്ച ഏക സ്ഥാനാർത്ഥിയാണെന്ന് ഓർത്തു. ആ സ്ഥാനാർത്ഥിയുടെ വോട്ട് 1 ലക്ഷം കണ്ടാണ് കുറഞ്ഞത് ഈ കുറി. അതായത് 1,08,199 വോട്ടാണ് ഇത്തവണ. 1 ലക്ഷം വോട്ട് ശോഭാ സുരേന്ദ്രന്റെ കൂടി. ഞാൻ അതിലേക്ക് അതായത് ആരിഫിന് 1,08,199 വോട്ട് കുറഞ്ഞെങ്കിൽ ശോഭാ സുരേന്ദ്രന് 1,09,568 വോട്ട് കൂടുന്നു. അപ്പം ക്ലിയർ റിലേഷൻഷിപ്പാണ്. അവിടെ 1 ലക്ഷം കുറഞ്ഞപ്പോ ആ 1 ലക്ഷം കൂടിയത് UDF-നല്ല, ആ 1 ലക്ഷം കൂടിയത് ശോഭാ സുരേന്ദ്രൻ. 2019 അവിടെ BJP സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 1,86,278 വോട്ടാണ്. അതിപ്പോ എത്രയെന്നറിയാവോ സോയിമാന് കൂടിയിരിക്കുന്നത്? ഇപ്പോഴത്തെ കണക്ക് എത്രയെന്നറിയാവോ? 2,99,600. 3 ലക്ഷം. അതെ, 3 ലക്ഷം. ഓർത്തോളം. എവിടെയാ 3 ലക്ഷം കൂടുന്നത്? കേരളത്തിൽ ഏറ്റവും സുസംഘടിതമായിട്ടുള്ള, ഏറ്റവും സുശക്തമായിട്ടുള്ള പാർട്ടിയായിട്ടുള്ള കോട്ടയിൽ ആണ് കൂടിയിട്ടുള്ളത്. 1. 2, ആ മണ്ഡലത്തിൽ UDF-നുള്ള ഏക നിയമസഭാ മണ്ഡലം എന്ന് പറഞ്ഞാൽ ആരിപ്പാടാണ്. ആ മണ്ഡലത്തിലെ ബാക്കി 6 മണ്ഡലങ്ങളിലും അസൂയാർഹമായിട്ടുള്ള ഭൂരിപക്ഷം 2019 UDF-നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ചേർത്തല മണ്ഡലത്തിൽ
21,363 വോട്ടാണ് കുറഞ്ഞിരിക്കുന്നത് ശോഭ സുരേന്ദ്രന് കൂടി LDF. അതെ. ഞാൻ അതിന്റെ ഒരു റിലേഷൻഷിപ്പ് ഞാൻ പറഞ്ഞു. ചേർത്തലയിൽ LDF 21,000 കുറഞ്ഞപ്പോൾ ശോഭാ സുരേന്ദ്രന് 17,000 കൂടുന്നു. അമ്പലപ്പുഴയിൽ 14,000 LDF കുറയുമ്പോൾ ശോഭാ സുരേന്ദ്രന് 12,000 കൂടുന്നു. കായംകുളത്ത് 14,350 LDF കുറയുമ്പോൾ ശോഭാ സുരേന്ദ്രന് 17,000 കൂടുന്നു. അവിടെ മുന്നിലെത്തി BJP. ഹരിപ്പാട് 13,000 കുറയുമ്പോൾ ശോഭാ സുരേന്ദ്രന് 20,000 കൂടുന്നു. 5,000 വോട്ടിന് വ്യത്യാസമുള്ള അവിടെ കോൺഗ്രസുമായിട്ട് BJPക്ക് ഉള്ളൂ. അപ്പോ ഇത് കാണിക്കുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള വോട്ട് ട്രാൻസ്ലേഷൻ നടക്കുകയാണ് ഇവിടുന്ന് CPM നിന്ന് BJPയിലേക്ക്. CPM ഇതിനു മുമ്പ് വോട്ട് ഷിഫ്റ്റ് നടന്നിട്ടുണ്ട്. പക്ഷെ ആ വോട്ട് ഷിഫ്റ്റുകളെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും നടന്നിട്ടുള്ളത് UDFയിലേക്കാണ്. കേരളത്തിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇടതുപക്ഷത്തെ ഒരു കാലഘട്ടം വരെ സംരക്ഷിച്ചു നിർത്തിയിരുന്നത് ഈ തെക്കൻ കേരളമായിരുന്നു. തെക്കൻ കേരളത്തിൽ അവരുടെ വേരോട്ടം നിലച്ചിരിക്കുന്നു. അടിമുടി ഒരു അട്ടിമറിക്കുള്ള സാധ്യതകളാണ് തെളിഞ്ഞു വരുന്നത്. മധ്യ തിരുവിതാംകൂർ ഇപ്പോഴും ഏറെക്കുറെ BJPക്ക് കയ്യെത്തിപ്പിടിക്കാൻ കഴിയാതെ കോട്ടയം മണ്ഡലമായാലും പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം വരെയുള്ള മണ്ഡലങ്ങൾ എടുത്താൽ അത് BJPക്ക് കടന്നു കയറാൻ കഴിയുന്നില്ല. പക്ഷെ തെക്കൻ കേരളത്തിൽ അവർ കടന്നു കയറി. മറ്റൊരു സുപ്രധാന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വടക്കൻ കേരളത്തിലാണ്. വടക്കൻ കേരളത്തിലെ വോട്ട് ബാങ്ക് ഉറപ്പിക്കാൻ പിണറായി തുടർച്ചയായി പയറ്റിയത് മുസ്ലിം പ്രീണനമാണ്. CAA, ഹമാസ് വിഷയത്തിൽ പാലസ്തീനുള്ള ഐക്യദാർഢ്യ റാലി, ഇത്തരം നിരവധി പരിപാടികളും സംവിധാനങ്ങളും റാലികളും സമ്മേളനങ്ങളും ഒക്കെയായി കോഴിക്കോട് നിറഞ്ഞു നിന്നിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് തന്നെ. പക്ഷേ വടക്കൻ കേരളം വലിയ പണി കൊടുത്തിരിക്കുകയാണ് LDFന്. വടക്കൻ കേരളത്തിൽ അതിശക്തമായ വേരോട്ടം ഇപ്പോൾ BJPക്ക് ഉണ്ടായിരിക്കുന്നു. മുസ്ലിം പ്രീണനം ഫലത്തിൽ LDF വോട്ടുകളുടെ കുത്തൊഴുക്കിൽ കലാശിച്ചിരിക്കുന്നു. മധ്യ തിരുവിതാംകൂർ UDFന് ഭദ്രമാവുകയും തെക്കൻ കേരളം കൈമോശം വരികയും അത് BJPയിലേക്ക് അടുക്കുകയും വടക്കൻ കേരളം ഏറെക്കുറെ ഈ ഒരു LDF തകർച്ചയിൽ UDF നിലനിർത്തുന്നതുമായ കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത്. സോമൻ, ഇത് മൂന്നായിട്ട് നമ്മൾ കാണുക തന്നെ വേണം. അതിൽ വടക്കൻ കേരളത്തിൽ അതിശക്തമായിട്ടുള്ള കൺസോളിഡേഷൻ UDF നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മുഹമ്മദ് റിയാസിന്റെ മണ്ഡലമായ ബേപ്പൂരിൽ ഇക്കുറി UDF വലിയ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത്. വലിയ ഭൂരിപക്ഷമാണ്, 19,000 വോട്ടിന്റെ ഭൂരിപക്ഷം. എലത്തൂർ, ഇവിടെയൊക്കെ വലിയ മുസ്ലിം വോട്ട് ബാങ്കുള്ള മണ്ഡലങ്ങളാണ്. കാസർഗോഡിന്റെ പല മണ്ഡലങ്ങളും. അതായത് വടക്കൻ കേരളത്തിൽ സമ്പൂർണ്ണമാണ് ആധിപത്യം. വടക്കൻ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും 1.5 ലക്ഷം മുതൽ 3 ലക്ഷം വരെയാണ്. മധ്യ തിരുവിതാംകൂറിലേക്ക് നമ്മൾ വരുമ്പോൾ ഇടുക്കിയിലെ UDFന്റെ ആധിപത്യം, കോട്ടയത്ത് UDFന്റെ പഴയ ആധിപത്യം അവർ തുടരുന്നു. പത്തനംതിട്ടയിൽ LDF BJPക്ക് ഒരു 2019 പത്തനംതിട്ടയിൽ സുരേന്ദ്രൻ നടത്തിയ പ്രകടനം ഇപ്പോൾ അനിൽ ആന്റണിക്ക് കാഴ്ചവെക്കാൻ പോലും കഴിഞ്ഞില്ല. കാരണം മധ്യ തിരുവിതാംകൂറിൽ BJPക്ക് വലിയ വേരോട്ടം ലഭിക്കുന്നില്ല എന്ന് വേണം നമ്മൾ. എന്നാലും അനിൽ ആന്റണി നമ്മൾ വിചാരിച്ചതുപോലെ താഴത്തേക്ക് പോയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് പത്തനംതിട്ടയിൽ 2019 സുരേന്ദ്രന് 29% വോട്ടുണ്ടായിരുന്നു. 25% വോട്ട് വരെ അയാൾ എത്തി. എന്തായാലും മധ്യ തിരുവിതാംകൂറിൽ പത്തനംതിട്ടയിൽ BJP അല്പം പിടിച്ചു നിന്നിട്ടുണ്ട്. പക്ഷെ ഇടുക്കിയിലും കോട്ടയത്തും വല്ലാതെ പുറകോട്ട് പോയി. എന്നാൽ തെക്കൻ കേരളത്തിൽ ഇവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കടന്നുകയറ്റം, ഇൻറോഡ്സ് എന്ന് പറയുന്നത് സമാനതകളില്ലാത്തതാണ്. അത് CPMന്റെ ഹൈന്ദവ വോട്ടുകളെ ഞാനതിലേക്ക് വരുന്നത്. സോ പിന്നെ നമ്മൾ ഈ BJP കേരളത്തിൽ വളരില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, മുസ്ലിങ്ങളുടെ വോട്ട് അവർക്ക് കിട്ടില്ല. ക്രിസ്ത്യാനികളുടെ വോട്ടിലേക്ക് അവർക്ക് കടന്നു വരാൻ കഴിയുന്നില്ല. CPMന്റെ ഹിന്ദു വോട്ടുകളിൽ അവർക്ക് തൊടാൻ പറ്റുന്നില്ല. ഇതാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഞാനൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം. കോർ വോട്ടുകൾ ഞാൻ പറഞ്ഞ ഹിന്ദു വോട്ടുകൾ ഒരു 40-45% CPMന് കീഴിലാണല്ലോ. അതിലേക്ക് കയറാൻ ഇവർക്ക് കഴിയുന്നില്ല. ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം എന്നും പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ ഇല്ലാതാക്കാനാണ് ഇവർ നോക്കുന്നത്. അതുകൊണ്ട് അത് നടക്കില്ല. CPMന്റെ പുറകിലുള്ള ഹിന്ദു വോട്ടുകൾ പാറ പോലെ അവിടെ ഉറച്ചു നിൽക്കും. ഇതായിരുന്നു ഇന്ത്യയിൽ ഇന്ത്യ മുന്നണി ശക്തിപ്പെടുമ്പോൾ ഇപ്പോൾ രാഹുൽ ഗാന്ധി വീണ്ടും ഒരു നേതാവായി ഉദിച്ചു വരുമ്പോൾ അതിന്റെ ഒരു പ്രകമ്പനങ്ങൾ കേരളത്തിലെ UDFന് അനുഗ്രഹമാവും. വരും തെരഞ്ഞെടുപ്പുകളിൽ UDFന്റെ സ്വാധീനം വർദ്ധിക്കും. ദേശീയ തലത്തിൽ കോൺഗ്രസ് നാമാവശേഷമാകും എന്ന ധാരണയാണ് പത്മജ വേണുഗോപാൽ ഉൾപ്പെടെ പല നേതാക്കളും UDF കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് ചേക്കാറാൻ ഇടവരുത്തിയത്. പക്ഷെ ഇനി അത്തരം ഒരു പ്രതിഭാസമില്ല. അതെ. അപ്പം അത് കാണിക്കുന്നത് എന്താണ്? അഖിലേന്ത്യാ തലത്തിലും
ഇനി CPM-ന് ഉള്ള സ്വാധീനം പോലും ഉണ്ടാവില്ല. ഇ.പി. ജയരാജനെ പോലെ കൂടുതൽ നേതാക്കൾ BJP-യിലേക്ക് പോകുന്നത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പൊ അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിന് കൂടുതൽ ശക്തിപ്പെടുമ്പോൾ അവിടെ രക്ഷയില്ല. ഇവിടെ വളരെ പ്രകടമായിട്ടുള്ള കാര്യം എന്താണ്? വളരെ പ്രകടമായിട്ടുള്ള കാര്യം തെക്കൻ തിരുവിതാംകൂറിലുള്ള CPM വോട്ടുകളിലേക്കുള്ള BJP-യുടെ അതിഭീകരമായിട്ടുള്ള കടന്നുകയറ്റം. ആ കടന്നുകയറ്റത്തിന്റെ ഏറ്റവും സംശയലേശമന്യുള്ള ഉദാഹരണമാണ് ഞാൻ ആലപ്പുഴ പറഞ്ഞത്. 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഇപ്പോൾ മുൻതൂക്കം നേടിയിരിക്കുകയാണ്. അതെ, ഞാനതിലേക്ക് വരാൻ ശ്രമിക്കും. ഒന്ന്, ആലപ്പുഴയിൽ ഇവർ ഉണ്ടാക്കിയിട്ടുള്ള വലിയ മുൻതൂക്കം. അതുപോലെ തന്നെ തിരുവനന്തപുരത്തുള്ള ആധിപത്യം ഇവർ നിലനിർത്തുന്നു. 2, 3 ആറ്റിങ്കലിൽ ഉണ്ടാക്കിയിട്ടുള്ള പിന്നെ മുന്നേറ്റം നമ്മൾ ഒരിക്കലും അത് കാണാതിരിക്കരുത്. ആറ്റിങ്ങലിൽ 2019-ൽ 24.69% ഇപ്പൊ അത് 31% കൂടിയിരിക്കുന്നു. വിജയത്തിന് തൊട്ടടുത്ത് വിജോയുടെ തൊട്ട് താഴെയുണ്ട്. എത്തി 3 ലക്ഷം. എന്നാൽ ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ചത് വി മുരളീധരൻ. ശോഭാ സുരേന്ദ്രനേക്കാൾ കൂടുതൽ വോട്ട് വി മുരളീധരൻ പിടിച്ചു. അപ്പൊ തെക്കൻ തിരുവിതാംകൂറിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരത്തുള്ള ആധിപത്യം അവർ നിലനിർത്തി. ആറ്റിങ്കലിൽ അവർ മുന്നോട്ട് വന്നു. പത്തനംതിട്ടയിലും അവരുടെ ഒരു സ്വാധീന മേഖല അവർ നിലനിർത്തി. ആലപ്പുഴയിൽ അത്യഭൂതപൂർവമായിട്ടുള്ള മുന്നേറ്റം അവര് ഉണ്ടാക്കി. ഈ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം BJP-ക്ക് എപ്പോഴും പ്രശ്നമുണ്ടാക്കുന്ന തീരദേശ മേഖലയാണ്. തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെ വോട്ട്, ഇവിടുത്തെ മുസ്ലിം വോട്ട് ബാങ്ക്, അതിനെ ഒരിക്കലും മറിച്ചിടാൻ BJP-ക്ക് കഴിയുന്നില്ല. അവിടെയാണ് അവസാന നിമിഷം BJP പതറുന്നത്. പക്ഷെ ഈ ഒരു പ്രതിസന്ധി ആറ്റിങ്ങലിലില്ല. അതെ. അപ്പൊ കാണുന്ന എന്താ? അപ്പൊ ഇതിൽ നിന്ന് വരുന്ന ഒരു 2-3 നിഗമനങ്ങൾ എന്താ? ഒന്ന്, മുസ്ലിങ്ങളുടെ അടുത്തേക്ക് ഇവർക്ക് പോകാൻ കഴിയുന്നില്ല. ക്രിസ്ത്യാനികളിലും ചില്ലറ ചലനങ്ങളെ ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ തൃശ്ശൂരിൽ വോട്ട് കിട്ടി. അതെ, തൃശ്ശൂരിൽ ക്രിസ്ത്യാനികളുടെ വോട്ട് കിട്ടി. അപ്പം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം എന്താണ് സോമൻ? അതായത് BJP-ക്ക് കേരളത്തിൽ വളരാനുണ്ടായിരുന്ന വലിയൊരു തടസ്സം അവർ മറികടന്നിരിക്കുന്നു അല്ലെങ്കിൽ LDF-ന്റെ ഹൈന്ദവ വോട്ട്. അതാണ് മറികടന്നിരിക്കുന്നു എന്നാണോ അതോ മറികടന്നു എന്ന് പറയാം എന്നാണോ? എന്തായാലും CPM-ന്റെ ഹൈന്ദവ വോട്ടുകളിലേക്ക് വലിയ തോതിൽ അവർ കടന്നു കയറിയിരിക്കുന്നു. ഇപ്പൊ സോമൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ 11 മണ്ഡലങ്ങളിൽ അവർ 1-ാം സ്ഥാനത്ത് വന്നിരിക്കുന്നു. ആ 11 മണ്ഡലങ്ങളുടെ ഇപ്പൊ അവർ 2-ാം സ്ഥാനത്ത് വന്ന 8 മണ്ഡലങ്ങളുണ്ട്. ഞാനത് ഓരോന്നോരോന്നെടുത്ത് പറയാം. അവര് 1-ാം സ്ഥാനത്തേക്ക് വന്ന 11 മണ്ഡലങ്ങളിൽ 11ഉം CPM ഇടതുപക്ഷത്തിന്റെ മണ്ഡലങ്ങളാണ്. അതിൽ ഒല്ലൂർ എന്ന് പറഞ്ഞ CPI-യുടെ K. രാജൻ മന്ത്രിയായിട്ടുള്ള ഒരു മണ്ഡലവും 11-ലുണ്ട്. ഇനി 8-ാം സ്ഥാനത്ത് അവര് 2-ാം സ്ഥാനത്ത് അവർ 8 മണ്ഡലങ്ങൾ വന്നതിൽ LDF ഉണ്ട്, UDF ഉണ്ട്. പക്ഷെ 1-ാം സ്ഥാനത്ത് അവർ വന്ന 11-ൽ 11 മണ്ഡലങ്ങളും CPM-ന്റെ മണ്ഡലങ്ങളാണ്. ഏറ്റവും ശ്രദ്ധേയമായ ഒരു നിരീക്ഷണമാണ്. അപ്പൊ അതിൽ തന്നെ നോക്കൂ, ഇപ്പൊ നിയമം നമുക്ക് മാറ്റി നിർത്താം. കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, ആറ്റിങ്ങൽ, കാട്ടാക്കട, തൃശൂർ, ഒല്ലൂർ, നാട്ടിക, ഇരഞ്ഞാലക്കുട, പുതുക്കാട്, മണലൂർ. അപ്പൊ അതില് ഭൂരിപക്ഷവും തൃശ്ശൂരാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പൊ തൃശ്ശൂര് പോലും പല മണ്ഡലങ്ങളിലും UDF NDA BJP 1-ാം സ്ഥാനം വന്നിരിക്കുന്നു. ആ മണ്ഡലങ്ങളെല്ലാം CPM-ന്റെ മണ്ഡലങ്ങളാണ്. അപ്പൊ CPM-ന്റെ മണ്ഡലങ്ങളിൽ അവർ 1-ാം സ്ഥാനത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് CPM-ന്റെ അത്തരത്തിലുള്ള ഒരു ഡീലും കൂടി നമ്മൾ അതിനകത്ത് പറയേണ്ടി വരും. എന്തായാലും ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പ് അസന്നിഗ്ധമായി കാണിക്കുന്നത് CPM വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറുക എന്നുള്ള BJP-യുടെ ഒരു ശ്രമമെന്ന് ഞാൻ പറയില്ല. കാരണം എന്താണെന്നറിയോ സോമൻ, എനിക്കത് ശ്രമമെന്ന് ഞാൻ പറയാൻ കാര്യം എന്നറിയുന്നു, ഇത് അവർക്ക് ഈ ആകസ്മികമായി കിട്ടിയ ഒരു നേട്ടമാണ് എന്നാണ് ഞാൻ പറയുന്നത്. അവർ ഈ കടന്നുകയറ്റം നടത്താൻ വേണ്ടിയിട്ടുള്ള അവരുടെ സംഘടിതമായ പ്രവർത്തനങ്ങൾ കൊണ്ടൊന്നും അല്ല. കാരണം കഴിഞ്ഞ 5-6 വർഷം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർ ഒരു ജനവിരുദ്ധ സമരങ്ങളും നയങ്ങൾക്കെതിരെ അവർ സമരം ചെയ്തിട്ടില്ല. പിണറായി വിജയനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പണികളാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, CPM അണികളെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനോടുള്ള വിരോധം തീർക്കാൻ വേണ്ടി അവർ BJP-ക്ക് വോട്ട് കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് BJP-ക്ക് ഇങ്ങനെ കയറാൻ പറ്റിയിട്ടുള്ളത്. മനസ്സിലായി? അപ്പൊ BJP-യുടെ ശ്രമം കൊണ്ടല്ല. ഇപ്പൊ UDF-നെ ജയിപ്പിച്ചു വിട്ടതും പിണറായി മനസ്സിലായി. അപ്പം ആത്യന്തികമായി നമ്മൾ നോക്കുമ്പോൾ എന്താ, BJP-ക്ക് ഇത്തരത്തിലുള്ള ഹിന്ദു വോട്ടുകളിലേക്ക് കയറാൻ കഴിഞ്ഞതിന് അവർ പിണറായി വിജയന് നന്ദി പറയണം. UDF ഇത്രയും ജയിച്ചതിനും പിണറായി വിജയന് നന്ദി പറയണം. അപ്പൊ ഫലത്തിൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞൊരു നേതാവ് ഇങ്ങനെ നിന്നില്ലായിരുന്നെങ്കിൽ UDF-നും BJP-ക്കും ഈ നേട്ടം ഉണ്ടാകാൻ കഴിയില്ലായിരുന്നു. പക്ഷെ ഇതിനകത്ത് വരുന്ന ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒരു നിരീക്ഷണം എന്ന് പറയുന്നത്, ഈ ഒരു ട്രെൻഡ് അവര് നിലനിർത്തിയാൽ
കേരളം ബംഗാൾ ആകാനുള്ള സാധ്യത വളരെ വളരെ വലുതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. കാരണം കേരളത്തിലെ CPM തൂത്തെറിയപ്പെടും. കാരണം ബംഗാളിൽ തന്നെയാണ് സംഭവിച്ചത്. ബംഗാളിലും CPM ജീർണിക്കുകയും ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയപ്പോഴത്തേക്കും അവിടെ എന്ത് സംഭവിച്ചു? വലിയ തോതിൽ വോട്ട് BJP-യിലേക്ക് മാറി. തൃണമൂലിനെ തോൽപ്പിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യമെങ്കിൽ പോലും വലിയ തോതിൽ BJP-ക്ക് മാറി. അവിടെ 2011 ശേഷം 2024 ചെറിയ ചലനങ്ങളെങ്കിലും ഇപ്പോൾ ഉണ്ടാക്കാൻ കഴിയും. അപ്പം ഈ ഒരു ട്രെൻഡ് BJP മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരു സംശയവും വേണ്ട, കേരളം ബംഗാൾ ആകുന്ന ഒരു ഘട്ടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ ആഴത്തിലുള്ള തിരുത്തലുകൾ CPM നടത്തേണ്ടതുണ്ട്. അത് പക്ഷെ CPM നടത്തും എന്ന് ഒരു സൂചനയും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ BJP കാണിക്കുന്ന ഈ ഒരു ട്രെൻഡ് CPM-നെ സംബന്ധിച്ചിടത്തോളം അത്യന്തം അപകടകരമാണ് എന്നാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിന്റെ ഒരു വർക്കിംഗ് ക്ലാസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ മത്സ്യത്തൊഴിലാളി മേഖല ഒരു കാലഘട്ടം മുഴുവൻ CPM-നൊപ്പം നിന്നവരാണ്. ഇടതുപക്ഷ ചായ്വിൽ വോട്ട് ചെയ്തവർ. തിരുവനന്തപുരത്തെ തീരദേശ മേഖല ഒക്കെ, തിരുവനന്തപുരം മുതൽ കേരളത്തിന്റെ അങ്ങ് വടക്കേ അറ്റം വരെയുള്ള തീരദേശ മേഖല പൊതുവെ ഇടതുപക്ഷത്തിനോട് ഒരു ചായ്വ് കാട്ടിയിട്ടുണ്ട്. എറണാകുളം ഭാഗത്ത് വ്യത്യസ്തമായിരിക്കാം. പക്ഷെ ആ തീരദേശ മേഖല ഇക്കുറി UDF-ലേക്ക് ചായുന്നു. തീരദേശ മേഖലയുടെ കരുത്തിലാണ് കേരളത്തിന്റെ തീരദേശ മേഖലകൾ ഉൾപ്പെടുന്ന മണ്ഡലങ്ങളിലൊക്കെ UDF കരുത്ത് കാട്ടിയത്. മറ്റൊന്ന്, CPM-ന്റെ കോർ വോട്ടുകൾ പോലും അവർക്ക് പല ഭാഗങ്ങളിലും കിട്ടി. ധർമ്മടത്തെയും മട്ടാഞ്ചേരിയിലെയും ഒക്കെ നമ്മൾ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ വിലയിരുത്തുമ്പോൾ ആ കോർ വോട്ടുകളിലും ചോർച്ച വന്നിരിക്കുന്നു. അതും വളരെ നിർണായകമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പറഞ്ഞ പോലെ മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ളത്. വെച്ചാൽ 2021 എനിക്ക് തോന്നുന്നത് മത്സ്യത്തൊഴിലാളി മേഖലയിൽ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു വിജയം ആണ് UDF-ന് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ കോവളത്തോ 2 സ്ഥലങ്ങൾ ഒഴികെ ആ കോർ മത്സ്യത്തൊഴിലാളി വോട്ട് ഇപ്പോ UDF-ലേക്ക് ചായുന്നു എന്ന് മാത്രമല്ല, UDF-നെ ജയിപ്പിക്കുക എന്നുള്ള നിർണായകമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് മാറുന്നു. ഉദാഹരണത്തിന് രാജീവ് ചന്ദ്രശേഖർ ഒരു ഘട്ടത്തിൽ 23,000 വോട്ടിന് പുറകിൽ പോയതാണ്. ആ രാജീവ് ചന്ദ്രശേഖരക്ക് മുകളിലേക്ക് ഈ തരൂരിന് വരാൻ കഴിഞ്ഞത് മത്സ്യത്തൊഴിലാളി മേഖലയിലെ വോട്ട് മാത്രമാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. അവിടെ നമ്മൾ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് സുഹൃത്ത്, എന്താണെന്നറിയാം, ഈ ശശി തരൂരൊക്കെ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. കാരണം അദാനിയുമായി ബന്ധപ്പെട്ട്, വിഴിഞ്ഞം കടപ്പുറവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെടിവെപ്പുണ്ടായ സമയത്ത് പോലും മത്സ്യത്തൊഴിലാളികൾക്ക് അനുകൂലമായി രംഗത്ത് വരാൻ മടിച്ച് അദാനിക്കൊപ്പം നിന്ന ശശി തരൂരിനെ ഇപ്പോ അതേ മത്സ്യത്തൊഴിലാളികൾ ജയിപ്പിച്ചിരിക്കുന്നു. പക്ഷെ അവർ കൈപ്പത്തിക്കാണ് വോട്ട് ചെയ്തത്. രാഹുൽ ഗാന്ധിയുടെ അദാനി അത് തരൂരിനെ പോലുള്ള ആളുകൾക്കാണ്. മറുവശത്ത് സോയ്മോൻ പറഞ്ഞ കോർ വോട്ടുകൾ പോകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് കണ്ണൂരില് സുധാകരന്റെ വിജയം, 1,00,000-ലധികം വോട്ടിലുള്ള വിജയം, കോഴിക്കോടത്തെ വിജയം, വടകര സമ്പൂർണമായി വടകര നഷ്ടപ്പെട്ട സ്ഥിതിയാണ്. ശൈലജയാണ് തോൽപ്പിച്ചത്. അതായത് വടകര എന്ന് പറയുന്നത് പതിറ്റാണ്ടുകളോളം CPM-ന്റെ ഏറ്റവും കോർ ചുവപ്പ് മണ്ഡലമായിരുന്നു വടകര. ആ വടകര എനിക്ക് തോന്നുന്നു 2009, 2014 മുതൽ ഇപ്പോഴത്തെ തൂത്തെറിയപ്പെട്ടു. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, KK ശൈലജ ഇന്നലെ തോൽവിയുടെ തൊട്ടു പിന്നാലെ പറഞ്ഞു, എന്നെ തോൽപ്പിച്ചത് നവമാധ്യമങ്ങളാണ്, സോഷ്യൽ മീഡിയ ആണ് ഈ തോൽവിയുടെ പിന്നിലെന്ന് അവർ പറഞ്ഞു. ഇപ്പോഴിതാ CPM-ന്റെ ഉന്നതതല നേതാക്കളുടെ ഒരു സംഭാഷണങ്ങളിൽ വ്യക്തമാകുന്നത് പുതുതലമുറയെ പൊളിറ്റിസൈസ് ചെയ്യുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു എന്നാണ്. പുതുതലമുറ CPM-ലേക്ക് വരുന്നില്ല. സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഇൻഫ്ലുവൻസ് ശക്തമായി കാലഘട്ടത്തിൽ CPM-ലേക്ക് കടന്നു വരുന്നില്ല പഴയതുപോലെ പുതുതലമുറ. ഇതും അവരുടെ തോൽവിക്കിടയാക്കി. അവിടെ വടകരയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തിയ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, ആദ്യ വോട്ട് ഷാഫിക്ക്, എന്റെ കന്നി വോട്ട് ഷാഫിക്ക്. അപ്പൊ പുതുതലമുറയാണ് അവരുന്നം വെച്ചത്. ശോഭന, എനിക്ക് തോന്നുന്നത് ഈ പുതുതലമുറ എന്നുള്ളതല്ല, പ്രബലമായി പതിറ്റാണ്ടുകളായി CPM-നെ പിന്തുണച്ചിരുന്ന ഒരുപാട് കോർ വിഭാഗങ്ങൾ അവരെ പിന്തുടരുന്നു. പാർട്ടി പ്രവർത്തകർ നിസ്സംഗരായിരുന്നു. അതായത് തൊഴിലാളികൾ പിന്തുണയ്ക്കുന്നില്ല, സർക്കാർ ജീവനക്കാർ വലിയ തോതിൽ അവരുടെ ഒരു ബുൾവർക്കാർ, ക്ഷേമ പെൻഷൻ കിട്ടുന്നവര്, റിട്ടയർ ചെയ്തവര്, അതുപോലെ തന്നെ യുവജനങ്ങള്, ചെറുപ്പക്കാര്, വനിതകള്. അപ്പൊ ഇവരുടെ കോറായിരുന്ന എല്ലാ വിഭാഗങ്ങളും ഇവരെ സമ്പൂർണമായി തന്നെ ഇവരെ അലിയനേറ്റ് ചെയ്തു പോകുന്നതിന്റെ ഒരു രീതിയാണ് ഇപ്പൊ നമുക്ക് കാണാം. എല്ലാ സർക്കാർ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തുന്നു, കോടാനുകോടി പണം വലിച്ചെറിയുന്നു തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക്. എന്നിട്ടൊന്നും വിജയത്തിൽ ആലത്തൂർ ഒഴിച്ച് മറ്റൊരിടത്തും ഒരു ചെറിയ
പ്രകാശമെങ്കിലും കാട്ടാൻ അവർക്ക് കഴിഞ്ഞില്ല. സോമന ആലോചിച്ച് നോക്കൂ, രണ്ടാം സർക്കാർ 3 വർഷം എന്നുവെച്ചാൽ 8 വർഷം തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് ഖജനാവ് നിറഞ്ഞിരിക്കുന്നതാണ്. എല്ലാ തരത്തിലുള്ള അതെ. പാരാഫെർണലിയയും അവർക്കൊപ്പമുണ്ട്. മറുവശത്ത് ഏറ്റവും ഡിഫങ്റ്റ് ആയിട്ടുള്ള ഒരു UDF, അതെ, ഏറ്റവും ചത്തമലച്ച് കിടക്കുന്ന ഒരു പ്രതിപക്ഷം. അല്ല, കർണാടകയിൽ നിന്ന് പൈസ വന്നത് ആകെ 4 കോടി രൂപ ഓരോ മണ്ഡലങ്ങളിൽ എത്തിച്ചത്. ചിലരൊക്കെ പിടിച്ചു കുറച്ചു മേടിച്ച് 4.5 ആക്കി. അപ്പം ഒരു വശത്ത് സുസംഘടിതമായി നിൽക്കുന്ന CPM, എല്ലാ സൗകര്യങ്ങളും അവർക്ക്, മറുവശത്ത് ഇതൊന്നുമില്ലാതെ നിൽക്കുന്ന തുണിയുരിഞ്ഞ് നിൽക്കുന്ന ഒരു പ്രതിപക്ഷം, തമ്മിലടിക്കുന്ന ഒരു പാർട്ടി സംവിധാനം, ഫലപ്രദം ഒരു പ്രവർത്തനവും നടത്താൻ കഴിയാത്ത ഒരു KPCC പ്രസിഡന്റ്. വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അല്ലെ? ആലോചിച്ചു, കേരളത്തിൽ ഇതുപോലെ നശിച്ചൊരു കാലഘട്ടം ഉണ്ടായി. ആ കാലഘട്ടത്തിൽ പോലും 18 സീറ്റിലേക്ക് ഇവർ തോക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ സമ്പൂർണമാണ് ആ പരാജയം എന്നാണ് നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ ഏതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇതുപോലൊരു സമ്പൂർണ്ണ പരാജയത്തെ ഒരു വലിയ അവസരമാക്കി എടുത്ത് മാറി, അല്ലെ, വളരെ റിഫൈൻഡ് ആവാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുക. പക്ഷെ ഇവിടുത്തെ പാർട്ടി അങ്ങനെയല്ല. ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി സ്വാഭാവികമായി ഇതിന്റെ അടുത്ത ഘട്ടം എന്നുള്ള നിലയിൽ ഇത് പൂർണ്ണമായും ഇല്ലാതായി ഇതിനു ശേഷം കുറച്ച് കാലം കഴിയുമ്പോൾ ഒരു പുതിയ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ആയിട്ടോ വല്ല ഏതെങ്കിലും രൂപത്തിൽ തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയിലേക്കുള്ള ഏറ്റവും അവസാനത്തെ ഒരു പടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ നന്ദി ശ്രീ KM ഷാജഹാൻ. നന്ദി, നമസ്കാരം.